ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏക പഞ്ചാശത്തമോധ്യായഃ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് 51-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം മുതലാണ്. കൃഷ്ണൻ ഗുഹയിൽ കയറിയപ്പോൾ കാലയവനനും ഗുഹയിൽ പ്രവേശിച്ചു. കൃഷ്ണൻ മറഞ്ഞു നിന്നു. അപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന മുചുകുന്ദനെ കൃഷ്ണനാണെന്ന് വിചാരിച്ച് കാലയവനൻ ചവിട്ടി. മുചുകുന്ദൻ കണ്ണു തുറന്നപ്പോൾ കാലയവനൻ ഭസ്മമായി. അപ്പോൾ കൃഷ്ണൻ ശംഖുചക്ര ഗദാധാരിയായി മുചുകുന്ദന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണനാണെന്ന് മനസ്സിലാക്കിയ മുചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്ലോകം 24. യവനേ ഭസ്മാനീതേ ഭഗവാൻ സാത്വദർശഭഃ ആത്മാനം ദർശയാമാസ മുചുകുന്ദായ ധീമതേ. യവനേ ഭസ്മാത് നീതേ. യവനേ, യവനൻ ഭസ്മാത് ഭസ്മമായിട്ട് നീതേ മാറിയപ്പോൾ സാത്വദർശഭ ഭക്തനാഥനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ധീമതേ ബുദ്ധിമാനായ മുചുകുന്ദനായിക്കൊണ്ട് ആത്മാവിനെ ദർശയാമാസ കാട്ടിക്കൊടുത്തു. അപ്പോൾ കാലയവനൻ ഭസ്മമായപ്പോൾ കൃഷ്ണൻ മുചുകുന്ദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്ലോകം 24 ഒന്നുകൂടെ വായിക്കാം. യവനേ ഭസ്മാനീതേ ഭഗവാൻ സാത്വദർശഭ ആത്മാനം ദർശയാമാസ മുചുകുന്ദായ ധീമതേ. ഇപ്പൊ കൃഷ്ണൻ എങ്ങനെയാണ് മുചുകുന്ദന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്? കൃഷ്ണന്റെ ആ രൂപം എന്താണ്? അതാണ് 25 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. തമ്മാലോക്യ കനശ്യാമം പീതകൗശേയ വാസസം ശ്രീവത്സവക്ഷം ഭ്രാജത് കൗസ്തുഭേന വിരാജിതം. നമ്മൾ നേരത്തെ കൃഷ്ണൻ എങ്ങനെയാണ് കാലയവനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇതുപോലത്തെ വാക്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഏകദേശം ഇവിടെയും പറഞ്ഞിരിക്കുന്നു. തമ്മാലോക്യ, അവനെ കണ്ടിട്ട്. ആരെ? കൃഷ്ണനെ കണ്ടിട്ട്. എങ്ങനെയാണ് കണ്ടത്? ഘനശ്യാമം, ശ്യാമ നിറം, മേഘം പോലെ നീല നിറം. പീത കൗശേയ വാസസം, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. ശ്രീവത്സ വക്ഷസം, നേരത്തെ പഠിച്ചത് തന്നെ. മാറി ശ്രീവത്സത്തിന്റെ മറുക്. ഭ്രാജത് കൗസ്തുഭേന വിരാജിതം, കണ്ഠത്തിൽ കൗസ്തുഭം കൊണ്ട് തിളങ്ങുന്നു. അടുത്ത 26. ചതുർഭുജം രോജമാനം വൈജയന്ത്യ ചമാലയ ചാരു പ്രസന്നവദനം സ്ഫുരത് മകരകുണ്ടലം. ചതുർഭുജം, 4 കൈകൾ. വൈജയന്തി എന്നു പേരായ മാല കൊണ്ട് രോജമാനം ശോഭിക്കുന്നവനും. ഭഗവാന്റെ വനമാലയുടെ പേരാണ് വൈജയന്തി. ഇപ്പൊ വൈജയന്തി എന്നാണ് വനമാല ധരിച്ചിട്ടുണ്ട്. ചാരു പ്രസന്ന വദനം, മനോഹരമായി തെളിഞ്ഞിരിക്കുന്ന മുഖം. സ്ഫുരത് മകരകുണ്ടലം, പ്രകാശിക്കുന്ന മകരകുണ്ടലത്തോടു കൂടിയതും. ഇനി ശ്ലോകം 27. പ്രേക്ഷണീയം നൃലോകസ്യ സാനുരാഗസ്മിദേക്ഷണം അപീച്യ വയസം മത്ത മൃഗേന്ദ്ര ഉദാര വിക്രമം. പ്രേക്ഷണീയം നൃലോകസ്യ മനുഷ്യവർഗത്തിന് പ്രേക്ഷണീയം, കാണാൻ യോഗ്യനും. സാനുരാഗസ്മിദേക്ഷണം, അനുരാഗത്തെ പ്രകാശിപ്പിക്കുന്ന മന്ദഹാസ സഹിതമായ നോട്ടത്തോടു കൂടിയവനും. അപീച്യ വയസം, അതിസുന്ദരമായ യൗവനത്തോടു കൂടിയവനും. മത്ത മൃഗേന്ദ്ര ഉദാര വിക്രമം, മതിച്ച സിംഹത്തെ പോലെ സുന്ദരമായി
സഞ്ചരിക്കുന്നവനുമായ തം വിലോക്യ, അത് 25 പറഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടിട്ട്. ഇനി ശ്ലോകം 28. പരിപൃച്ഛൻ മഹാബുദ്ധി തേജസാ തസ്യ തർഷിതഃ ശങ്കിതശനകൈ രാജ ദുർദർഷം ഇവ തേജസാ. തം ആലോക്യ, അത് 26 അവനെ കണ്ടിട്ട് സ്വതേജസാൻ, തൻ്റെ സ്വന്തം കാന്തിയാൽ ദുർദർഷമിവ, അതിക്രമിക്കാൻ കഴിയാത്തവൻ എന്ന് കരുതിയിട്ട് തസ്യ, അവൻ്റെ തേജസ കാന്തിയാൽ തർഷിത, കീഴടക്കപ്പെട്ടവനായി, ശങ്കിത, ശങ്കിച്ചവനും മഹാബുദ്ധി, മഹാബുദ്ധിമാനുമായ രാജ മുചുകുന്ദൻ ശനൈ മെല്ലെ മെല്ലെ പരിപൃച്ഛ ചോദിച്ചു. മുചുകുന്ദന് പെട്ടെന്ന് മനസ്സിലായില്ല. ഒരുത്തൻ വന്നു ചവിട്ടി അവനെ ഭസ്മമാക്കി. അടുത്തതാ ശംഖചക്ര ഗദാധാരിയായിട്ട് മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത് ശ്രീവത്സവക്ഷമൊക്കെ ധരിച്ച് പെട്ടെന്ന് തൻ്റെ മുമ്പിൽ, ഗുഹയിലാണല്ലോ, പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാണെന്ന് മുചുകുന്ദന് മനസ്സിലാകാതെ ആരാണെന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 25 മുതൽ 28 വരെ ഒന്നുകൂടെ വായിക്കാം. തമാലോക്യ കനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസംഭ്രാജത് കൗസ്തുഭേന വിരാജിതം ചതുർഭുജം രോജമാനം വൈജയന്ത്യാ ച മാലയാ ചാരുപ്രസന്നവദനം സ്ഫുരത്മകരകുണ്ടലം പ്രേക്ഷണീയം നൃലോകസ്യ സാനുരാഗസ്മിതേക്ഷണം അപീച്യ വയസം മത്തമൃഗേന്ദ്രോദാരവിക്രമം പരിപൃച്ഛൻ മഹാബുദ്ധി തേജസാ തസ്യ തർഷിതഃ ശങ്കിതശനകൈരാജ ദുർദർഷം ഇവ തേജസാ. ശ്ലോകം 29. മുചുകുന്ദ ഉവാച കോ ഭവാനിഹ സംപ്രോക്തോ വിപിനേ ഗിരിഗഹ്വരേ പദ്ഭ്യാം പത്മപലാശാഭ്യാം വിചരസ്യുരു കണ്ടകേ. കഹ, മുചുകുന്ദൻ ചോദിക്കുകയാണ്, കഹ ഭവാനിഹ സംപ്രാപ്ത, ഇഹ ഇവിടെ സംപ്രാപ്ത പ്രാപിച്ചിരിക്കുന്ന, ഭവാൻ ഭഗവാൻ അങ്ങ്, കഹ ആരാകുന്നു? മുചുകുന്ദന് പെട്ടെന്ന് മനസ്സിലായില്ല. അങ്ങ് ആരാകുന്നു? ഉരു കണ്ടകെ അധികം ഉള്ള വിപിനെ കാട്ടിലുള്ള ഗിരിഗഹ്വരെ പർവ്വത ഗുഹയിൽ പത്മപലാശാഭ്യാം താമര ഇതൾ പോലെ മൃദുലങ്ങളായ പദ്ഭ്യാം കാലുകൾ കൊണ്ട് വിചരസി നടക്കുന്നല്ലോ. അപ്പോൾ ഈ മുള്ളുകളൊക്കെ ഉള്ള കാട്ടിൽ താമരേതൾ പോലുള്ള കാലുകൾ കൊണ്ട് അങ്ങ് നടക്കുന്നല്ലോ. അങ്ങ് ആരാണ്? കോ ഭവാനിഹ സംപ്രാപ്തോ വിപിനേ ഗിരിഗഹ്വരേ പദ്ഭ്യാം പത്മപലാശാഭ്യാം വിചരസ്യ ഉരു കണ്ടകേ. ശ്ലോകം 30. കിംസിത് തേജസ്സിനാം തേജോ ഭഗവാൻ വ വിഭാവസോ സൂര്യ സോമോ മഹേന്ദ്രോ വാ ലോകപാലോപരേ വിവാം. കിംസിത് തേജസ്സിനാം തേജഃ, തേജസ്സിനാം തേജഃ വാ, തേജസ്സുള്ളവരുടെ തേജസ്സോ. അപ്പം അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തേജസ്സുള്ളവരുടെ തേജസ്സോ ഭവാൻ ഭഗവാനായ വിഭാവസു സൂര്യവാക്യംസിത് പ്രകാശരൂപനായ സൂര്യനാണോ? അങ്ങ് ആരാണ്? അപ്പോൾ ഈ ലോകത്തെ മുഴുവനും തേജസ് ഉളവാക്കുന്ന ആ സൂര്യൻ തന്നെയാണോ? അതോ കിംസിത് പ്രകാശരൂപനാണ് സൂര്യനോ, സോമവ അതോ ചന്ദ്രനോ, മഹേന്ദ്രവ അതോ ദേവേന്ദ്രനാണോ, അപരഹാന്യ അത് അന്യന്മാരായ ലോകപാലകന്മാരാണോ? അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. സൂര്യനാണോ, ചന്ദ്രനാണോ, അതാ തേജസ്സുള്ള മറ്റ് ലോകപാലകന്മാരാണോ? ഒന്ന് പറഞ്ഞു തരിക. പെട്ടെന്ന് ഗുഹയിലായപ്പോൾ മുചുകുന്ദന് മനസ്സിലായില്ല ഇതാരാണെന്ന്. കിംസിത് തേജസ്സിനാം തേജോ ഭഗവാൻ വ വിഭാവസു സൂര്യ സോമോ മഹേന്ദ്രോ വാ ലോകപാലോപരോ വിവാം. ശ്ലോകം 31. മന്യേ ത്വം ദേവാനാം ത്രയാണാം പുരുഷർഷഭം യദ്ബാധസേ ഗൃഹാധ്വാന്തം
പ്രദീപപ്രഭയാ യഥാ മന്യേ തോ ദേവദേവാനാം ദേവന്മാർക്കും ദേവന്മാരായ ത്രയാണാം 3 പേര്. ആരാണ്? ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെന്ന 3 ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ഭഗവാൻ പുരുഷർഷഭം പുരുഷ ശ്രേഷ്ഠനെന്ന് ത്വാം നിന്തിരുവടിയെ മന്യെ വിചാരിക്കുന്നു. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും മുകളിലുള്ള ഈശ്വരനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രഭയായത പ്രഭ കൊണ്ടെന്ന പോലെ പ്രദീപ യാതൊന്ന് ഹേതുവായിട്ട് പ്രദീപക വിളക്ക് പ്രഭയായത പ്രഭ കൊണ്ടെന്ന പോലെ ഗുഹാദ്വാന്തം ഗുഹയിലുള്ള അന്ധകാരത്തെ ബാധസെ നീക്കുന്നു. അപ്പോൾ ഗുഹയിൽ ഇരുട്ടാണ്, പക്ഷെ അങ്ങയുടെ പ്രകാശം കൊണ്ട് ഈ ഗുഹ മുഴുവനും വെളിച്ചം പകരുകയാണ്. അപ്പോൾ അത് അങ്ങയുടെ ദിവ്യ മംഗള വിഗ്രഹത്തിൽ നിന്നും വ്യാപിക്കുന്ന ഈ കാന്തി വിശേഷമാണ്. അതുകൊണ്ട് ഇരുട്ടുള്ള ഗുഹ ഇതാ വിളക്ക് പോലെ, വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് പോലെ വെളിച്ചം പരത്തുന്നു. ഗുഹാധ്വാന്തം ഗുഹയിലുള്ള അന്ധകാരത്തെ ബാധസെ നീക്കുന്നു. ഗുഹയിലുള്ള അന്ധകാരത്തെ മാറ്റി അവിടെ ഇതാ പ്രകാശം പകരുന്നു. അതുകൊണ്ട് അങ്ങ് ആരാണ്? മന്യേ ത്വം ദേവദേവാനാം ത്രയാണാം പുരുഷർഷഭം യത് ബാധസേ ഗുഹാധ്വാന്തം പ്രദീപപ്രഭയാ യഥാ. ശ്ലോകം 32. ശുശ്രൂഷതാം അവ്യളീകം അസ്മാകം നരപുങ്കവ സ്വജന്മകർമ്മഗോത്രം വാ കഥ്യതാമെതിരോചതേ. ശുശ്രൂഷതാം അവ്യളീകം അസ്മാകം നരപുങ്കവ നരപുങ്കവ നരശ്രേഷ്ഠ അവ്യളീകം കപടം കൂടാതെ ശുശ്രൂഷത കേൾപ്പാൻ ആഗ്രഹിക്കുന്ന അസ്മാകം നമ്മളോട് സ്വജന്മ അങ്ങയുടെ ജന്മവും കർമ്മവും അതായത് പ്രവൃത്തിയും ഗോത്രം വാ വംശത്തെയും യതിരോചത്തെ രുചിക്കുന്ന പക്ഷം കഥ്യതാം പറയണം. അപ്പം ഇങ്ങനെ ഗുഹ മുഴുവൻ പ്രകാശമാനമാക്കുന്ന അങ്ങ് ആരാണ്? അങ്ങയുടെ മാതാപിതാക്കൾ ആരാണ്? അങ്ങയുടെ പ്രവൃത്തി എന്താണ്? അങ്ങ് ഏത് വംശത്തിലാണ്? ഇതെല്ലാം വിരോധമില്ലെങ്കിൽ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. ശുശ്രൂഷതാം അവ്യളീകം അസ്മാകം നരപുങ്കവ സ്വജന്മകർമ്മഗോത്രം വാ കഥ്യതാമെതിരോചതേ. ശ്ലോകം 33. വയം തോ പുരുഷവ്യാഘ്ര ഐഷാക ക്ഷത്രബന്ധവ മുജുകുന്ദ ഇതി പ്രോക്തോ യൗവനാശ്വാത്മജ പ്രഭോ. വയം തു ഞങ്ങളാകട്ടെ പുരുഷവ്യാഘ്രഹേ പുരുഷശ്രേഷ്ഠ ഇക്ഷാകു വംശത്തിൽ ജനിച്ച ക്ഷത്രബന്ധവ ക്ഷത്രിയന്മാരാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ വിവരം പറയാം, ഞാൻ ആരാണ്? മുജുകുന്ദ പറയാണ്, പ്രഭോ ഞാനും എൻ്റെ പൂർവജന്മാരും ഇക്ഷാകു വംശത്തിൽ ജനിച്ച ക്ഷത്രിയ രാജാക്കന്മാരാണ്. പ്രഭോ ഹേ പ്രഭുവായുള്ളവനെ യൗവനാശ്വാത്മജ യുവനാശ്വന്റെ പുത്രനായ മുജുകുന്ദ ഇതി യുവനാശ്വന്റെ പുത്രനായ യുവനാശ്വന്റെ പുത്രൻ മാന്ധാതാവിന്റെ പുത്രൻ ആളാണ് യവനാശ്വ ആത്മജ. യവനാശ്വന്റെ പുത്രനായ മാന്ധാതാവൻ ആണ് എൻ്റെ അച്ഛൻ. എൻ്റെ പേര് മുജുകുന്ദ ഇതി പ്രോക്ത. ആ മാന്ധാതാവിൻ്റെ പുത്രനാണ് ഞാൻ. എൻ്റെ പേര് മുജുകുന്ദനാണ്. ഇക്ഷാകു വംശത്തിലെ യുവനാശ്വന്റെ പുത്രൻ മാന്ധാതാവിൻ്റെ മകനാണ് ഞാൻ മുജുകുന്ദൻ. വയന്തു പുരുഷവ്യാഘ്ര ഐക്ഷ്വാക ക്ഷത്രബന്ധവ മുജുകുന്ദ ഇതി പ്രോക്ത യൗവനാശ്വാത്മജ പ്രഭോ. ശ്ലോകം 34. ചിരപ്രജാഗര ശ്രാന്തോ നിദ്രയാപഹതേന്ദ്രിയ ശയേസ്മിൻ വിജനേ കാമം കേനാപ്യോ ഉത്ഥാപിതോധുനാ. ചിരപ്രജാഗാര ശ്രാന്തഃ നിദ്രയാ അപഹത ഇന്ദ്രിയഃ ശയേ അസ്മിൻ വിജനേ കാമം കേന അപി ഉത്ഥാപിതഃ അധുന. ചിരപ്രജാഗര ശ്രാന്തഃ
ചിരകാലം ഉറക്കമില്ലാത്തതിനാൽ ക്ഷീണിച്ചും നിദ്രയ ഉറക്കത്താൽ അപഹതേന്ദ്രിയ അവശമാക്കപ്പെട്ട ഇന്ദ്രിയത്തോടു കൂടിയും ഇരിക്കുന്ന അഹം ഞാൻ വിജനെ ഇല്ലാത്ത സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് അസ്മിൻ ഇതിൽ കാമം യഥേഷ്ടം ശയിക്കുന്നു. അപ്പം ഞാൻ അധികകാലം ഉറക്കമൊഴിച്ച് ഇന്ദ്രനെ യുദ്ധത്തിലൊക്കെ സഹായിച്ചു. അതിനാൽ നന്നേ ഞാൻ ക്ഷീണിച്ചു. അപ്പം ഇഷ്ടാനുസരണം ഉറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗുഹയിൽ വന്ന് കിടന്നത്. അതിനാ ഇപ്പോൾ കേനാബി ഏതോ ഒരുവനാൽ ഉത്ഥാപിത ഉണർത്തപ്പെട്ടു. ഞാൻ ഉറങ്ങിക്കിടന്നതാണ്, ഇപ്പോൾ ഇതാ ഏതോ ഒരുത്തൻ വന്ന് എന്നെ ഉണർത്തി എന്ന് മുചുകുന്ദൻ ഭഗവാനോട് പറയാണ്. ചിരപ്രജാകര ശാന്തോ നിദ്രയാപഹതേന്ദ്രിയ ശയേസ്മിൻ വിജനേ കാമം കേനാപ്യുത്ഥാപിതോധുനാം. ശ്ലോകം 35. സോഭിഭസ്മീകൃതോ നൂനം ആത്മീയേനൈവ പാപ്മന അനന്തരം ഭവാൻ ശ്രീമാൻ ലക്ഷിതോ അമിത്രശാദനഃ സഹ അഭി ഭസ്മീകൃതഃ നൂനം ആത്മനീയേന ഏവ പാപ്മന അനന്തരം ഭവാൻ ശ്രീമാൻ ലക്ഷിതഃ അമിത്ര ശാദന. സഹ അഭി അവനും ആത്മീയേന അവനെ സംബന്ധിച്ചതായ പാപ്മന ഏവ പാപത്താൽ തന്നെ ഭസ്മമാക്കപ്പെട്ടു. അപ്പം അവൻ എന്നെ ഉണർത്തി, അവൻ അപ്പോൾ തന്നെ ഭസ്മമായി. അതിന് കാരണം ഞാനല്ല, അവൻ ചെയ്ത പാപം തന്നെയാണ്. ന്യൂനം നിശ്ചയം. അനന്തരം അതിനുശേഷം ശ്രീമാൻ ലക്ഷ്മി യുക്തനും അമിത ശാദനക ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായ ഭവാൻ അങ്ങ് ലക്ഷിതക കാണപ്പെട്ടു. അവനെ ഭസ്മമാക്കി കഴിച്ചപ്പോൾ അടുത്തത് അങ്ങാണ് ഇവിടെ വന്നത്. അങ്ങ് ഞാൻ കാണാനിടയായി. സോഭിഭസ്മീകൃതോ നൂനം ആത്മേയേനൈവ പാപ്മന അനന്തരം ഭവാൻ ശ്രീമാൻ ലക്ഷിതോ മിത്രശാദനഃ. ശ്ലോകം 36. തേജസാ തേ അവിഷഹ്യേണ ഭൂരി ദ്രഷ്ടും ന ശക്നുമാ ഹതൗജസോ മഹാഭാഗ മാനനീയോസി ദേഹിനാം. തേജസാ തേ അവിഷഹ്യേണ ദ്രഷ്ടും ന ശക്നുമഃ ഹതൗജസഃ മഹാഭാഗ ഹേ മഹാപുരുഷ അവിഷഹ്യേണ സഹിക്കാൻ കഴിയാത്ത തേ തേജസ് അങ്ങയുടെ തേജസ്സിനാൽ, അതായത് അങ്ങയുടെ തേജസ് നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും തളരുന്നു. അത്ര പ്രകാശമാണ് അങ്ങയുടെ തേജസ്സിനാൽ. ഹതൗജസ ഹനിക്കപ്പെട്ട ഓജസ്സോടുകൂടിയ ഇന്ദ്രിയങ്ങളോടുകൂടിയ വയം ഞങ്ങൾ ഭൂരി അധികം ദ്രഷ്ടും കാണാനായിക്കൊണ്ട് ന ശക്നുമ ശക്തരായി ഭവിക്കുന്നില്ല. അങ്ങയുടെ പ്രകാശം കാരണം അങ്ങേ എനിക്ക് ശരിക്ക് കാണാൻ സാധിക്കുന്നില്ല. ദേഹികൾക്ക് മാനിക്കപ്പെടാൻ യോഗ്യനായിട്ട് അസി ഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങ് സകല ശരീരികൾക്കും നമസ്കരിക്കാൻ തക്കവണ്ണ ഉള്ളവനാകുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ തേജസ് കൊണ്ട് മുചുകുന്ദന് കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്കും ഇത് ആരാണെന്നുള്ളത്. തേജസാ തേ അവിഷഹ്യേണ ഭൂരി ദ്രഷ്ടും ന ശക്നുമ ഹതൗജസോ മഹാഭാഗ മാനനീയോസി ദേഹിനാം. ശ്ലോകം 37. ഏവം സംഭാഷിതോ രാജ്ഞ ഭഗവാൻ ഭൂതഭാവനഃ പ്രത്യാഹ പ്രഹസൻ വാണ്യ മേഘനാദഗഭീരയാ. ഏവം സംഭാഷിതഃ രാജ്ഞ ഭഗവാൻ ഭൂതഭാവനഃ ഭൂതങ്ങളെ സംരക്ഷിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഏവം ഇപ്രകാരം രാജാവിനാൽ മുചുകുന്ദനാൽ സംഭാഷണം ചെയ്യപ്പെട്ടു. അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞത് കേട്ടിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? പ്രഹസൻ ചിരിച്ചുകൊണ്ട് മേഘനാദ ഗഭീരയ ഇടിമുഴക്കം പോലെയുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ വാണ്യ വാക്കിനാൽ പ്രത്യാഹ മറുപടി പറഞ്ഞു. അപ്പോൾ സർവഭൂതങ്ങളെയും രക്ഷിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം രാജാവ് ചോദിച്ചത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മേഘശബ്ദം പോലെ ഉറക്കെയുള്ള ശബ്ദത്തിൽ ഗംഭീര ശബ്ദത്തിൽ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 38. ശ്രീ ഭഗവാനുവാച ജന്മകർമാഭിധാനാനി
സന്ധിമേങ്ക സഹസ്രശഃ ന ശക്യതേ അനുസംഖ്യാത സംഖ്യാതും അനന്തത്വാത് മയാഭിഹി. ജന്മ കർമ്മ അഭിധാനാനി സന്ധി മേ അംഗ സഹസ്രശഃ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാ അഭിഹി. അനന്തത്വാത് മയാഭിഹി. അംഗ ഹേ പൂജ്യ, ഭഗവാൻ മുചുകുന്ദനോട് പറയുകയാണ്, താൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഹേ പൂജ്യ മേ എനിക്ക് ജന്മ കർമ്മ അഭിധാനാനി, ജന്മങ്ങളും കർമ്മങ്ങളും അഭിധാനാനി നാമധേയങ്ങളും പേരുകളും സഹസ്രശ 1000 സന്ധിയുണ്ട്. എനിക്ക് ധാരാളം ജന്മമുണ്ട്, ധാരാളം കർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ധാരാളം പേരുകളുമുണ്ട്. അനന്തത്വ അവധിയില്ലാത്ത ഹേതുവാൽ അനന്തമായതിനാൽ മയാഭി എന്നാലും സംഖ്യാതും എണ്ണാനായിക്കൊണ്ട് ഞാൻ ശക്തിയത് കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് അനന്തമായിട്ടുള്ള ജന്മങ്ങളും കർമ്മങ്ങളും പേരുകളും ഉണ്ട്. അപ്പോൾ അത് അനന്തമായിരിക്കുന്നുണ്ട്, എനിക്ക് പോലും അവ നിർണയിച്ച് പറയാൻ സാധിക്കുന്നില്ല. ശ്രീ ഭഗവാൻ വാച ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാത് മയാഭിഹി. ശ്ലോകം 39. ക്വചിത് രജാംസി വിമമേ പാർത്ഥിവാന്യ ഒരു ജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിചിത്. ക്വചിത് രജാംസി വിമമേ പാർത്ഥിവാനി ഒരു ജന്മഭിഹി. ക്വചിത് ഒരു സമയം, ഒരു ജന്മഭിഹി ബഹുജന്മം കൊണ്ട് പാർത്ഥിവാനി ഭൂമിയിലുള്ള രജാംസി പൊടികളെ വിമമേ കണക്ക് നിശ്ചയിക്കാം. അപ്പോൾ ഭൂമിയിലുള്ള പരമാണുക്കളെ, ഭൂമിയിലുള്ള മണൽത്തരികളെ ചിലപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം. ഒരു സമയം എപ്പോഴെങ്കിലും ചിലപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ മേ എൻ്റെ ജന്മാനി ജന്മങ്ങളെയും ഗുണകർമാഭിധാനാനി ഗുണങ്ങളെയും കർമ്മങ്ങളെയും നാമങ്ങളെയും കർഹിച്ച് ഒരിക്കലും നവിമമേ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഭൂമിയിലെ മണൽത്തരികളെ എണ്ണാൻ പറ്റുമോ? ഒരു കുട്ടയിലെ മണലെടുത്ത് പോലും നമുക്ക് എണ്ണ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിലെ മണൽത്തരികളെ ചിലപ്പോൾ കാലം കഴിയുമ്പോൾ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം. എന്നാലും എൻ്റെ ജന്മവും കർമ്മവും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ക്വചിത് രജാംസി വിമമേ പാർത്ഥിവാന്യ ഒരു ജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹിജിത്. ശ്ലോകം 40. കാലത്രയോപപന്നാനി ജന്മകർമാണി മേ നൃപ അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർഷയ. കാലത്രയ ഉപപന്നാനി ജന്മകർമാണി മേ നൃപ അനുക്രമന്തഃ ന ഏവ അന്തം ഗച്ഛന്തി പരമർഷയ. നൃപ ഹേ രാജാവേ മേ എൻ്റെ കാലത്രയോപപന്നാനി കാലത്രയം 3 കാലത്തിലുമുള്ള ജന്മകർമാണി ജന്മകർമ്മങ്ങളെ അനുക്രമന്ത കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന പരമഋഷയ പരമയോഗ്യരായ ഋഷികൾ അന്തം അവസാനത്തെ നഗച്ഛന്തി ഏവ ഗമിക്കുന്നില്ല, നിശ്ചയം തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പും ഇപ്പോഴും ഇനി മേലിലും അനേകം ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എടുക്കാൻ പോകുന്നത് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ ജന്മങ്ങൾ കണക്കാക്കാൻ പരമയോഗ്യരായ ഋഷിമാർ പോലും മുമ്പും ഇപ്പോഴും ഇനിമേലും എത്ര തന്നെ ശ്രമിച്ചാലും അവർക്ക് കഴിയുകയില്ല. ഋഷിമാർക്ക് പോലും, ധ്യാനനിഷ്ഠരായ ഋഷിമാർക്ക് പോലും എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാലത്രയോപപന്നാനി ജന്മകർമാണി മേ നൃപ
അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമൈർഷയഃ. ശ്ലോകം 41. തഥാപ്യദ്യ തനാനി അംഗ ശൃണുഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയെ ഭൂമേർഭാരായമാണാനാം അസുരാണാം ക്ഷയായ ച. തഥാ അപി അദ്യതനാനി തഥാപി എങ്കിലും അംഗ പൂജ്യ ഗതതഃ പറയുന്ന മേ എന്നിൽ നിന്ന് അദ്യതനാനി ഇപ്പോഴുള്ളവയെ ശൃണുഷ കേട്ടുകൊള്ളുക. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂലെങ്കിലും ഞാൻ ഇപ്പോഴുള്ള ജന്മങ്ങളെക്കുറിച്ച് പറയാം. പുര പണ്ട് ധർമ്മഗുപ്തയെ ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ടും ഭൂമേഹെ ഭൂമിയുടെ ഭാരമാണാനാം ഭാരഭൂതന്മാരായിരിക്കുന്ന അസുരാണാം അസുരന്മാരുടെ ക്ഷയായ ക്ഷയത്തിനായിക്കൊണ്ടും അഹം ഞാൻ വിരിഞ്ചേന ബ്രഹ്മാവിനാൽ വിജ്ഞാപിത പ്രാർത്ഥിക്കപ്പെട്ടു. അപ്പോൾ ദുഷ്ടന്മാരായ അസുരന്മാരുടെ പീഡനിമിത്തം ദുഃഖിതയായ ഭൂമിദേവി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രഹ്മാവ് എന്നോട് പ്രാർത്ഥിക്കപ്പെട്ടു. അതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ജന്മമെടുത്തിരിക്കുന്നത്. തഥാപ്യദ്യാതനാനി അംഗ ശൃണുഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയെ ഭൂമേർഭാരായമാണാനാം അസുരാണാം ക്ഷയായ ചാം. ശ്ലോകം 42. അവതീർണോ യദുകുലേ ഗൃഹ ആനകദുന്ദുഭേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. അവതീർണ യദുകുലേ യദുകുലത്തിൽ ആനകദുന്ദുഭേഹേ ആനകദുന്ദുഭി എന്ന് വെച്ചാൽ വസുദേവൻ വസുദേവന്റെ ഗൃഹത്തിൽ ദേവകിയിൽ അവതീർണ അവതരിച്ചു. ഹി എന്തുകൊണ്ട് അതുകൊണ്ട് വസുദേവസുതം വസുദേവപുത്രനായ മാം എന്നെ വാസുദേവായിതി എന്ന് വദന്തി പറയുന്നു. അപ്പൊ കാര്യം നിർവഹിക്കാനായി ബ്രഹ്മാവ് പ്രാർത്ഥിക്കപ്പെട്ടതനുസരിച്ച് ഞാൻ യദുകുലത്തിൽ വസുദേവരുടെ പുത്രനായി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു. അത് നിമിത്തം വസുദേവപുത്രൻ എന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാസുദേവൻ എന്നെനിക്ക് പേര് കിട്ടി. അവതീർണോ യദുകുലേ ഗൃഹ ആനകദുന്ദുഭേഹേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. കാലനേമിർഹത കംസ പ്രലംബാദ്യാശ്ച മദ്വിഷദിശഃ അയം ച യവനോ ദക്തോ രാജൻസ്തേ തിക്മചക്ഷുഷ. കാലനേമിഹി ഹതഃ കംസഃ കാലനേമിയായ കംസനും മുൻജന്മത്തിൽ കംസൻ കാലനേമി എന്ന അസുരനായിരുന്നു. കംസനും പ്രലംബൻ മുതലായ മദ്ദിഷഃ എൻ്റെ ശത്രുക്കളും ഹതഃ കൊല്ലപ്പെട്ടു. രാജൻ ഹേ രാജാവേ അയം യവനഹാച്ച ഈ യവനനും തേ അങ്ങയുടെ തിക്മചക്ഷുഷ തീഷ്ണമായ കണ്ണിനാൽ ദഹിക്കപ്പെട്ടു. അവിടെ മത് ദിശ എന്നുള്ളതിന് ചിലരുടെ ടെക്സ്റ്റിൽ സത് ദിശ എന്നുണ്ട്. സത്തുക്കളുടെ ശത്രുക്കൾ എന്നും കാണും. സത് ദിശ ഇവിടെ ശത്രുക്കളുടെ ശത്രു എന്നുള്ളതിന് സത് ദിശ എന്നും പറയാം, മത് ദിശ എന്നും പറയാം. സത്തുക്കളുടെ ശത്രുക്കളെന്നോ എൻ്റെ ശത്രുക്കളെന്നോ അങ്ങനെയും പറയാം. കാലനേമിർഹത കംസ പ്രലംബാദ്യാശ്ച മദ്ദിഷഃ അയം ച യവനോ ദക്തോ രാജംസ്തേ തിക്മചക്ഷുഷ. ശ്ലോകം 44. സോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേതാം ഉപാഗതഃ പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സലഃ. സഹ അഹം ആ ഞാൻ തവ നിന്റെ അനുഗ്രഹാർത്ഥം അനുഗ്രഹത്തിനായിക്കൊണ്ട് ഏതാം ഗുഹാം ഈ ഗുഹയെ ഉപാഗതഃ പ്രാപിച്ചിരിക്കുന്നു. ത്വയ നിന്നാൽ പൂർവം മുമ്പ് ഭക്തവത്സലഃ ഭക്തന്മാരിൽ വാത്സല്യമുള്ള അഹം ഞാൻ പ്രചുരം ഏറ്റവും പ്രാർത്ഥിക്കപ്പെട്ടു. അപ്പം അങ്ങനെ ശത്രുക്കളെ ഓരോന്നായി സംഹരിച്ചു കിടക്കുന്ന ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാനാണ് ഇപ്പോൾ ഈ ഗുഹയിൽ വന്നിരിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ ഭജിക്കുന്നവരെ
അധികം സ്നേഹിക്കുന്നത് എൻ്റെ സ്വഭാവമാണ്. അങ്ങ് പൂർവ്വജന്മത്തിൽ എൻ്റെ ദർശനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങക്ക് ദർശനവും നൽകി അങ്ങയെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. സോഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേധാമുപാഗത പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സലഃ. ശ്ലോകം 45. വരാൻ വൃണീശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമി തേ മാം പ്രപന്നോ ജന കശ്ചിത് ഭൂയോ അർഹതി ശോചിതും. വരാൻ വൃണീശ്വ രാജർഷേ രാജശ്രേഷ്ഠ വരാൻ വൃണീശ്വ അങ്ങ് വരം വരിച്ചാലും തേ അങ്ങയുടെ സർവാൻ കാമാൻ എല്ലാ ആഗ്രഹങ്ങളെയും ദദാമി ഞാൻ നൽകും. മാം എന്നെ പ്രപന്നക ശരണം പ്രാപിച്ച കശ്ചിത് ജനക ഒരുത്തനും ഭൂയഹ പിന്നെ ശോചിതും ദുഃഖിക്കാനായിക്കൊണ്ട് നാർഹതി അർഹിക്കുന്നില്ല. എന്നെ ശരണം പ്രാപിച്ച ആരും ഭഗവാൻ ഗീതയെ പറയുമല്ലോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രത. എന്നെ തന്നെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് എന്നെ തന്നെ മാമേകം ശരണം വ്രജ എന്നെ ശരണം പ്രാപിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിക്ഷാമി ഞാൻ എല്ലാ പാപത്തിൽ നിന്നും നിന്നെ സംരക്ഷിച്ച് മോക്ഷം നൽകും. മാ ശുച നീ ദുഃഖിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഭൂയഹ അർഹതി ശോചിതും മാ ശുച നീ ദുഃഖിക്കാനായിക്കൊണ്ട് മാ ഞാൻ അർഹിക്കുന്നില്ല. അപ്പൊ ഏതെങ്കിലും എൻ്റെ ഒരു ഭക്തനൊരാശ ഉണ്ടായാൽ ഞാൻ എന്തു ചെയ്യും? അത് നിറവേറ്റി കൊടുക്കും. അങ്ങയുടെ അഭീഷ്ടങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണമെന്ന് ഞാൻ വിചാരിച്ച് ആണിവിടെ വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്ത് വരം വേണം എന്ന് ചോദിക്കുകയാണ്. വരാൻ വൃണീശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമി തേ മാം പ്രപന്നോ ജന കശ്ചിത് ന ഭൂയോ അർഹതി ശോചിതും. ശ്രീ ശുകവാച. ശ്ലോകം 46. ഇത്യുക്തം തം പ്രണമ്യാഹ മുജുകുന്ദോ മുദാന്വിതഃ ജ്ഞാത്വാ നാരായണം ദേവം ഗർഭവാക്യമനുസ്മരൻ. ഇതി ഉക്തഃ തം ഇതി ഉക്തഃ ഇപ്രകാരം പറയപ്പെട്ട മുജുകുന്ദഃ മുദാന്വിതഃ മുജുകുന്ദഃ സന്തോഷയുക്തനായ മുജുകുന്ദൻ. ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ മുജുകുന്ദന് സന്തോഷമായി. മുജുകുന്ദൻ ഗർഗവാക്യത്തെ അനുസ്മരൻ ഓർമ്മിപ്പിക്കുന്നതായി. അപ്പോൾ പണ്ട് ഗർഗമുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അരുൾ ചെയ്ത് കേട്ടപ്പോൾ മുജുകുന്ദൻ സന്തോഷമുണ്ടായി. 28-ാം യുഗത്തിൽ ശ്രീനാരായണൻ ഭൂമിയിൽ അവതരിക്കും എന്ന് ഗർഗ മഹർഷി പണ്ട് പറഞ്ഞിരുന്നു. നാരായണം ദേവൻ നാരായണൻ എന്ന ദേവനാകുമെന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് തം അവനെ പ്രണമ്യ നമസ്കരിച്ചിട്ട് ആഹ പറഞ്ഞു. അപ്പോൾ ഗർഗമുനി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാരായണൻ ഇവിടെ അവതരിക്കും 28-ാം യുഗത്തിൽ. അപ്പോൾ ഇപ്പം അങ്ങ് നാരായണനാണെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് അങ്ങ് ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ഭഗവാനെ മുജുകുന്ദ സ്തുതിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശ്രീശുകവാച ഇത്യുക്തസ്തം പ്രണാമ്യാഹ മുജുകുന്ദോ മുദാന്വിതഃ ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.